അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കും. അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മബ്റൂറായ ഹജ്ജ്, മഖ്ബൂലായ ഹജ്ജ്. മഖ്ബൂലും മബ്റൂറും ഹജ്ജ് വേണമെന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ മഖ്ബൂലും മബ്റൂറും എവിടെയാ ഉള്ളത്? ഇത് മക്കയിലൊന്നും അല്ല ഉള്ളത്, ഇത് മദീനയിലും ഉള്ള കാര്യമല്ല. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ എന്ന് ദുആ ചെയ്യുമ്പോ ഓർക്കണം സഹോദരങ്ങളെ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഏതൊരു ഹാജി നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നുവോ ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് അള്ളാഹു തീരുമാനമെടുക്കുന്നത്. അവന്റെ ഹജ്ജ് മഖ്ബൂലാണോ അതല്ല മബ്റൂറാണോ, അവന്റെ ഉംറ മഖ്ബൂലാണോ അതല്ല മബ്റൂറാണോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ഈ നാട്ടിൽ വെച്ച് തന്നെയാണ്. എന്താണ് മഖ്ബൂലിന്റെ അടയാളം? എന്താണ് മബ്റൂറിന്റെ അർത്ഥം? മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഹജ്ജിന് പോകുന്നതിനാണ് മഖ്ബൂൽ എന്ന് പറയുക. ഇത് മക്ക കിട്ടുന്ന സാധനമാണോ? ഹലാലായ പൈസ, പലിശയും ആകാൻ പാടില്ല, പണയം വെച്ച പൈസയും ആകാൻ പാടില്ല. ഹലാലായ പൈസ, ശുബ്ഹത്ത്, ഒരു അവ്യക്തതയും ഒരു ശുബ്ഹത്തും ഒരു സംശയമുള്ള പൈസ ആകാൻ പാടില്ല. ഹലാലായ പൈസ, ശുദ്ധ ഹലാലായ പൈസ. ഈ ഹലാലായ പൈസ കൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ ആ വാഹനത്തിൽ കയറുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, പാവങ്ങൾ ചെയ്ത മനസ്സുമായി നിന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് പുറപ്പെട്ടു വരികയാണ് റബ്ബേ. അല്ലാഹുവേ, അതിനുവേണ്ടി വാഹനത്തിൽ കാലെടുത്ത് വെച്ച ഈ പാവപ്പെട്ട പാവി റബ്ബേ, എന്റെ വിളിക്ക് നീ ഉത്തരം നൽകണേ അല്ലാ എന്ന് ഏതൊരു ഹാജി ഈ നാട്ടിൽ വെച്ച് വാഹനത്തിൽ കയറുമ്പോ തൽബിയത്ത് ചൊല്ലുമ്പോ അവന്റെ ഹജ്ജ് ഖബൂലായി എന്നതിന്റെ തെളിവ് ആകാശത്ത് നിന്ന് വിളിച്ചു പറയുമത്രേ, ലബ്ബൈക സഅദീ ഹജ്ജുക മബ്റൂറുൻ വ മഖ്ബൂൽ. നിന്നെ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിന്റെ സമ്പത്ത് ഹലാൽ, നിന്റെ വരവ് ഹലാൽ. അതുകൊണ്ട് അല്ലാഹു നിന്റെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാനലോകത്തു നിന്ന് മാലാഖമാര് വിളിച്ചു പറയുമത്രേ. ഔവ്യക്തത നിറഞ്ഞ സമ്പത്തുമായി, പലിശയുടെ അംശമുള്ള സമ്പത്തുമായി, ഹറാമിന്റെ അല്പമെങ്കിലും സമ്പത്തുമായി ഏതൊരാൾ ഹജ്ജിന് പോകുന്നുവോ അവൻ വാഹനത്തിൽ കയറിയിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാ, ലാ ലബ്ബൈക വലാ സഅദീക സാദുക ഹറാം വമത്അമുക ഹറാം വമശ്റബുക ഹറാം വമൽബസുക ഹറാം. നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയില്ല, നിന്റെ വാക്ക് അല്ലാഹു സ്വീകരിക്കുകയില്ല, നിന്റെ യാത്രയെ അല്ലാഹു അംഗീകരിക്കുകയില്ല. കാരണം നിന്റെ സമ്പത്ത് ഹറാം, നിന്റെ വസ്ത്രം ഹറാം, നിന്റെ സമ്പാദ്യം ഹറാം. ഹജ്ജുക മർദൂദ്, നിന്റെ ഹജ്ജ് നിനക്ക് തിരിച്ചു തള്ളപ്പെട്ടിരിക്കുകയാണ്, അത് അല്ലാഹു സ്വീകരിക്കുകയില്ല. നീ ഇങ്ങോട്ട് വെറുതെ വന്നിട്ട് പോകാമെന്നല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ആകാശത്തെ വിളിച്ചു പറയും മഖ്ബൂലല്ലാത്ത ഹജ്ജ് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സമ്പത്ത് സൂക്ഷിച്ചിട്ട് ഹലാലായ സമ്പത്ത് കൊണ്ട് പോകണം. മബ്റൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വന്ന സഹോദര നാട്ടിൽ വന്ന് 40 ദിവസം താടിയും വെച്ചുകൊണ്ട് നടക്കും, തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കും. 40ാമത്തെ ദിവസം കഴിയുമ്പോ പെരുക്ക തൊപ്പി എടുത്ത് മാറ്റിയിട്ട് ലേസ് കെട്ടും. പിന്നെയും 10 ദിവസം കഴിയുമ്പോ ലേസ് എടുത്ത് മാറ്റിയിട്ട് ക്യാപ്പ് വയ്ക്കും. പിന്നെ ഒരു 20 ദിവസം കഴിയുമ്പോ ആ ക്യാപ്പും എടുത്ത് മാറ്റും. നീളം കൂടിയ താടി വെട്ടിക്കുറയ്ക്കും. പിന്നെ ഡ്രില്ല് ചെയ്യും. പിന്നെ ആ ഡ്രിമ്മിന്റെ എണ്ണം കുറയ്ക്കും. അവസാനം ഒരു 6 മാസം കഴിയുമ്പോ വടിച്ചു കളയും. കോയാക്കുട്ടി ഹാജിയാരെ, നിങ്ങളിപ്പോ വെറും ഒരു കോയമായി മാറിയല്ലോ. എല്ലാം വടിച്ച് ക്ലീൻ ചെയ്ത് ഹാജിയാരാ, ഹാജി ഹാജി വലിയ ഹാജി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? കബൂലല്ലാന്നർത്ഥം, കബൂലായിട്ടില്ലാന്നർത്ഥം. ഹജ്ജ് ചെയ്ത ഒരു സഹോദരൻ മടങ്ങി വന്ന് മരിക്കുന്നത് വരെ അല്ലാഹയെ ഭയന്ന് ജീവിക്കുന്നവനായി മാറിയാൽ, ഇസ്ലാമിന്റെ ശിയാറുകളോടുകൂടി അവൻ ജീവിച്ചാൽ അവന്റെ ഹജ്ജാണ് മബ്റൂറായ ഹജ്ജെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി മഖ്ബൂലും മബ്റൂറും എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു.
ഇതാണ് മഖ്ബൂലുൻ മബ്റൂറും. ഇത് മക്കയിലും മദീനയിലും അവിടുത്തെ സൂക്കിലും അവിടുത്തെ പിന്നെ ഇവിടെ കിട്ടുന്ന കാര്യമല്ല. നമ്മൾ വിചാരിക്കും മഖ്ബൂല് സഫാടെ മോളിലും മബ്റൂർ മർവാടെ മോളിലും കിട്ടുന്ന സാധനമാണ്. അത് ഇനി മേടിച്ചോണ്ട് വേണം ഇവിടെ വരാൻ. അത് രണ്ട് രൂപത്തിൽ അള്ളാഹ് ആക്കി തന്നിരിക്കുക. ഒന്ന് ഈത്തപ്പഴത്തിന്റെ രൂപത്തിലും ഒന്ന് സംസം വെള്ളത്തിന്റെ രൂപത്തിലും. അപ്പൊ ഈ സംസം വെള്ളം ഈത്തപ്പഴം ഒരാൾക്ക് കൊണ്ട് കൊടുക്കുമ്പോ ഓന്റെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമായി. ഇവിടെ വന്നിട്ട് ചീത്ത വിളിക്കുക, ഇവിടെ വന്നിട്ട് ആക്ഷേപം പറയുക, ഇവിടെ വന്നിട്ട് പരിഹസിക്കുക, ഇവിടെ വന്നിട്ട് മറ്റൊരാളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുക, അവനെ വെറുപ്പോടെ കാണുക, അവനോട് നല്ല നിലയിൽ പെരുമാറാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഹാജിയാവുകയില്ല. കേവലം അവ നാമധാരിയായ ഹാജി മാത്രമാ. അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാ, 3 പേരാണ് ഹജ്ജിന് വേണ്ടി വിളിക്കുന്നത്. 3 പേരാണ്. ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 2 മലക്കുൽ മൗത്ത്, 3 പിശാചുൽ ലഈൻ. 3 പേരാ ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. 3 പേര്. ഒന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരെ ഹജ്ജിന് വേണ്ടി വിളിക്കുന്നുവോ അവർ പോയി ഹജ്ജ് ചെയ്തിട്ട് അല്ലാഹയെ പേടിച്ച് ഹലാലായ സമ്പാദ്യം കൊണ്ടുപോയി ഹജ്ജ് ചെയ്തിട്ട് അവർ മടങ്ങി വന്നിട്ട് മരിക്കുന്നത് വരെ അല്ലാഹയെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഹാജി ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ ഹാജിയെ വിളിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിന്റെ ഹജ്ജ് ഖബൂലായി എന്നതാണ് അതിന്റെ തെളിവ്. രണ്ടാമതൊരു കൂട്ടർ ഹജ്ജിന് വേണ്ടി പോകും. ഹജ്ജിന് വേണ്ടി ഹലാലായ സമ്പാദ്യവുമായി പോയിട്ട് ആ പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ ഹജ്ജിന്റെ യാത്രയിലോ എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കും. അങ്ങോട്ട് പോയിട്ട് അവിടെ അടക്കം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഓർത്തുകൊള്ളണം, ഈ വ്യക്തിയെ വിളിച്ചത് മലക്കുൽ മൗത്താണ്. അവിടെ പോയിട്ട് മരിച്ചാൽ ആരെ വിളിച്ച? മലക്കുൽ മൗത്ത് അസ്രായിൽ വിളിച്ചു. അവിടെ പോയി റൂഹ് പോയി. മൂന്നാമതൊരു കൂട്ടരെ വിളിക്കും ശൈത്താൻ, പിശാച് വിളിക്കും. ഈ കൂട്ടർ ഇവിടുന്ന് പോകുമ്പോഴേ ട്രാവൽസുകാരുമായിട്ട് പ്രശ്നം, വണ്ടി കേഴുമ്പം പ്രശ്നം, ചാപ്പാട് കുറവെന്ന പ്രശ്നം, ആഹാരത്തിൽ എന്തെങ്കിലും ന്യൂനത വന്ന പ്രശ്നം, റൂമിൽ എന്തെങ്കിലും കിടക്കയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന പ്രശ്നം, മക്കയെന്നോ മദീനയെന്നോ ആദരിക്കപ്പെട്ട സ്ഥലമെന്നോ നോക്കാതെ അവിടെ പ്രശ്നത്തോടെ ബഹളമുണ്ടാക്കിയ ഈ ഹാജിയാര് തൊപ്പിയും താടിയും വെച്ച് നാട്ടുകാർക്ക് വന്നിട്ട് ഇവിടെ വരട്ടെ, 2 ലക്ഷം രൂപ കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് അസീസിയായി കൊണ്ടിട്ടതാ, ഇങ്ങോട്ട് വരട്ടെ അവന് ഞാൻ കൊടുക്കാമെന്ന് അവിടെ വെച്ച് കില്ല പിടിച്ച് പ്രതിജ്ഞയെടുക്കും. അയാൾ ഇങ്ങ് വന്നിട്ട് ട്രാവൽസുകാരുമായി ദ്വന്ദ്വയുദ്ധമാണ്. ഇദ്ദേഹത്തിന്റെ പേരും ഹാജിയാണ്. ഓർത്തുകൊള്ളുക, ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ശൈത്താനാണ്. ശൈത്താൻ കൊണ്ടുവരെ പ്രശ്നം ഉണ്ടാകുള്ളൂ. അവിടം വരെ പോയി അങ്ങോട്ടും പ്രശ്നം ഇങ്ങോട്ടും പ്രശ്നം, അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം, തിരിച്ചു വന്നാലും പ്രശ്നം. തിരിച്ചു വരുമ്പോൾ എല്ലാ അവസ്ഥകളും മാറ്റി പഴയ അവസ്ഥയിൽ പോയ ആരാത്? ശൈത്താൻ. അല്ലാഹ് കാത്ത് രക്ഷിക്കട്ടെ.